ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു സെഗ്മെൻ്റ് ആണ് വുമൻസ് എറിയയിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സെഗ്മെൻ്റ് ആണ് കെയർ ആൻഡ് ക്യൂർ. ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഉള്ളത് വിനിയാണ്. വിനി എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പം അറിയാം. ആൻഡ് വിനിയെക്കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. As you all know, she is a food specialist and Malabar Adukkaleyude media head കൂടിയാണ്. So let's welcome Vini to our show. Welcome Vini. Thank you so much. Okay, so ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ടോപ്പിക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇന്ന് വീണ്ടും ഒരു ബോൾഡ് ടോപ്പിക്കാണ് ശ്രുതി. ഓക്കെ, ഞാൻ അന്നൊരു ബ്രസ്റ്റിന്റെ ചെക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? സോ അതുപോലെ തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നും ഞാൻ എടുത്തിരിക്കുന്നത്. ബിക്കോസ് ഇതും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേബൈ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സോ ഇറ്റ് ഈസ് നൺ അതർ ദാൻ വെജൈനൽ ഡിസ്ചാർജ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പാർട്ടിൽ ഒന്നാണ് ഒരു വിമന് വെജൈന എന്ന് പറയുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യും നമ്മുടെ ഹെൽത്ത് എന്നുള്ളത്. സോ ആ വെജൈനൽ ഡിസ്ചാർജ് എന്താണ് എന്നുള്ളതാണ്. അത് നമുക്ക് വേറൊരു രൂപത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ ശ്രുതി ഇന്ന് ഈ ഒരു ബോൾഡ് ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് സംസാരിച്ച് ഡീറ്റെയിൽ പറഞ്ഞതിന് ശേഷം ബിക്കോസ് ഇതിന്ന് ഒരു ഡീവിയേഷൻ എനിക്ക് വേണ്ട എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ വിനി പറഞ്ഞ പോലെ ഒരുപാട് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ കുറച്ച് മടിക്കുന്ന ഈ ഒരു ടോപ്പിക്കാണ്. അയ്യോ ഇതൊക്കെ എങ്ങനെയാ നമ്മൾ സംസാരിക്കുക ഇതൊക്കെ. പക്ഷെ എന്നാൽ നമുക്ക് അത് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ അടുത്ത് എപ്പോ പോണം എന്നുള്ളത് ആരെങ്കിലും ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടേ? സോ ദാറ്റ്സ് വൈ ഐ തോട്ട് ലൈക്ക് യു നോ വിമൻസ് എറിയയിൽ കൂടെ നമുക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, സോ ഈ വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്ന ഒരു സംഭവം നമ്മുടെ ബോഡി തന്നെ നമുക്ക് യൂട്രസിന്റെ എന്താ പറയുക യൂട്രസും അതിൻ്റെ എന്താണ് പറയുക ഉള്ളിലത്തെ വാൾസ് എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം സെൽസ് എന്ന് വരുന്ന ഒരു ഡിസ്ചാർജ് ആണ്. ഒരു വാട്ടറി പോലെ ഒരു കൺസിസ്റ്റൻസി. ആ സംഭവം എന്തിനാണ് ദേഹം നമുക്ക് തന്നിരിക്കണം എന്നുള്ളത് വെച്ചാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ വേ ഓഫ് ക്ലീനിങ് ദ ഏരിയ. You know, when this discharge is flowing out, ആ ഡിസ്ചാർജ് പോകുന്നതിൻ്റെ അതോട് കൂടിയിട്ട് ഡെഡ് സെൽസ്, അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ്, അതായത് എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി അതിനകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ മാക്സിമം ഈ വെജൈനൽ ഡിസ്ചാർജ് തന്നെ അതിനെ പുറത്താക്കാൻ നോക്കും. എന്നാൽ അതൊരു നോർമൽ രീതിയിലുള്ള ഒരു വെജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഓവുലേഷൻ ടൈം അതിൻ്റെ രീതിയിലൊക്കെ ഈ വെജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഒരുപാട് ഡിഫർ ആവും. അതായത് ഇൻ ദ ഷേപ്പ് ഓഫ് ദ അതായത് വാട്ടറി നേച്ചർ, വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള നേച്ചർ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. ബിക്കോസ് ആ ക്വാണ്ടിറ്റിയും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും എല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓവുലേഷനും മെൻസ്ട്രൽ രീതിയിലും നിങ്ങൾക്കത് വേരിയേഷൻ ആവും. പക്ഷേ എപ്പോഴാണ് അതായത് നമ്മൾ എപ്പോഴാണ് ഒന്ന് ഡോക്ടറെ കാണേണ്ടത് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മാറ്റം നമ്മുടെ വെജൈനൽ ഡിസ്ചാർജിൽ നമുക്ക് കണ്ടുവരുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ബാക്ടീരിയൽ ലെവൽസ് അപ്പ് ആൻഡ് ഡൗൺ ആയി പോകുമ്പോൾ അതിന് ഇൻഫെക്ഷൻ തട്ടുമ്പോഴാണ് ഈ വിധത്തിലുള്ള വേരീഡ് ആയിട്ടുള്ള അബ്നോർമൽ ഡിസ്ചാർജസ് നമ്മൾ കണ്ടുവരുന്നത്. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വെജൈന ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ മാർക്കറ്റ്സിലും അതെ മെഡിക്കൽ ഷോപ്സിലും അതെ നിങ്ങൾക്ക് പോയാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഇൻറ്റിമേറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ്. അത് ഇപ്പോൾ ഒരു ഡോക്ടർ എഴുതി തരണം എന്നൊന്നുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് സെയിം വേ ഓഫ് ഗെറ്റിംഗ് എ സോപ്പ്. ഒരു സോപ്പ് നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അലിയോവീറ ടൈപ്പ് ആയിട്ടുള്ള രീതിയിൽ, ബിക്കോസ് ലെറ്റ്സ് ബി സേഫ് എന്നുള്ള രീതിയിൽ അലിയോവീറ ടൈപ്പ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ വാങ്ങിക്കുക. അത് 3-4 നേരം കുറച്ച് കോട്ടണിൽ എടുത്തിട്ട് നിങ്ങളുടെ വെജൈനയിൽ നിങ്ങൾ കഴുകിയിട്ട് അത് കഴുകി നീറ്റാക്കി വെക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ബിക്കോസ് ആ ഒരു pH ലെവലിലും ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ചാർജ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീമി ചീസി തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് ഉള്ളിൽ ഭയങ്കരമായിട്ട് വെജൈന ചൊറിയുന്ന പോലെ വരിക. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്തുള്ള രീതിയിൽ നമുക്ക് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ
ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഫോർ എക്സാമ്പിൾ, ബ്ലഡ് ആൻഡ് ബ്രൗൺ കളർ ഡിസ്ചാർജ് ആയിട്ടുള്ള രീതിയിൽ പീരിയഡ്സിന്റെ ടൈം അല്ലാത്ത സമയത്ത്, നോർമൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലഡ് ആൻഡ് ബ്രൗൺ ഡിസ്ചാർജ് വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇമീഡിയറ്റ് ആയിട്ട് പോയി കാണണം. ബിക്കോസ് ദാറ്റ് റിലേറ്റ് സംതിങ് ഇസ് റോങ് വിത്ത് യുവർ മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ക്ലൗഡി ഓർ യെല്ലോ. ക്ലൗഡി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മേഘത്തിന്റെ പോലെയും പിന്നെ ഒരു യെല്ലോയിഷ് കളർ ആയിട്ടുള്ള രീതിയിൽ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് വിസിറ്റ് എ ഡോക്ടർ, ബിക്കോസ് ദാറ്റ് ഷോസ് സംതിങ് ഇസ് റോങ് വിത്ത് യുവർ ഇൻട്രാ ലൈൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഫ്രോദി യെല്ലോ ആൻഡ് ഗ്രീൻ. അതായത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വെച്ചിട്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഈ പത പോലെ വരുന്നതും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഗ്രീനിഷ് കളർ. ആ സംഭവം ഭയങ്കര നാറ്റമായിരിക്കും. ഇറ്റ് ഇസ് തിങ്കിങ്ലി ബാഡ്. അപ്പോൾ അതൊന്നും വെച്ചിരിക്കാൻ പാടില്ല. ദാറ്റ് ഇപ്പം മാറും പിന്നെ മാറും എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ ഇരിക്കരുത്. യു ഹാവ് ടു ഗോ ടു എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഈ ഒരു സംഭവം വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്ത് മനസ്സിൽ വെക്കുക. ദ നെക്സ്റ്റ് വൺ ഇസ് പിങ്ക്. ഈ പിങ്ക് ഡിസ്ചാർജ് ഇസ് ഓൾസോ വെരി വെരി ഡേഞ്ചറസ്. ഈക്വലി ഡേഞ്ചറസ് ആണ്. ബിക്കോസ് നോർമൽ ടൈമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ നോർമൽ ടൈമിൽ പിങ്കിഷ് കളറിലാണ് നിങ്ങൾക്ക് ഒരു ഡിസ്ചാർജ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ, ബിക്കോസ് ദർ ഈസ് സംതിങ് ഇൻസൈഡ് ദ യൂട്രസ് ദാറ്റ് ഇസ് ഗോയിങ് റോങ്. Okay, and the next one is what I said was that itchy, thick and cheesy kind of discharge വരിക. പിന്നെ ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മീനിൻ്റെ മണമായിട്ട്, ഇല്ലെങ്കിൽ ഒരു ഫൗൾ, വളരെ ഫിഷി ഫൗൾ ആയിട്ടുള്ള രീതിയിൽ ഒരു സ്മെൽ വരുവാണെങ്കിലും യു ഹാവ് ടു തിങ്ക് ദാറ്റ് സംവെയർ നിങ്ങളുടെ ഹൈജീൻ ലെവൽ എവിടെയോ പോരാ. ഓക്കെ, എവിടെയോ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, വൃത്തിയാക്കുന്ന ഒരു ലെവൽ എവിടെയോ കമ്മി ആവുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. സോ ഇതൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്ത്രീകൾ അതിനെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി ഒരു ഫാർമസിയിൽ പോവുക, എന്നിട്ട് ഇൻറ്റിമേറ്റ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വാങ്ങിക്കുക. ആൻഡ് പ്ലീസ് try to give important as breast to your vagina as well, because those are the things which you have to protect in your life. So adu manslayi ennoru vishwasathodu goodite let's go for the calls. Yeah, of course. appo താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വേഗം വിളിക്കുക. വിനി നിങ്ങളുടെ എന്താ പറയുക ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ജിൻസിയാണ്, ഷാർജയാണ്. ജിൻസി. ഓക്കെ ജിൻസി, വിനി ഇവിടെ ഉണ്ട്, സംസാരിച്ചോളൂ. ഹായ് ജിൻസി. ഹായ് മാം, ഹൗ ആർ യു? ഗുഡ്, താങ്ക് യു. ഹൗ ആർ യു? ഐ ആം ഫൈൻ. പറയൂ. ഞാൻ മാഡത്തിന്റെ പ്രോഗ്രാം കാണാറുണ്ട്, നല്ലതാണ്. താങ്ക് യു. എനിക്കിപ്പോ 38 years ആയി. ഓക്കെ. ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ട്. 2.5 വയസ്സൊരു മോനുണ്ട്, 3ാമത്തെയാണ്. ഓക്കെ. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഇവിടെയായിരുന്നു, ഡെലിവറി ഒക്കെ ഇവിടെയായിരുന്നു. ഓക്കെ. കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയിട്ട് വന്നപ്പോ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റണ്ണിങ് നോസ് പോലെ. ഓക്കെ. വേറൊന്നുമില്ല. അതായത് പിന്നെ ഈ മേലിന്റെ ചുണ്ട് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ഭയങ്കര റണ്ണിങ് നോസും തുമ്മലും. ഇതൊക്കെ ജിൻസിക്കുള്ള പ്രോബ്ലം അല്ലേ? അതെനിക്കുള്ളതാണ്. ഓക്കെ. ഞാൻ ഡോക്ടറെ കാണിച്ചു മാർച്ചിൽ. ഞാൻ ഈ മാർച്ചിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല, ബ്ലഡ് കുറച്ച് കുറവാ, 10.8 ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ഡോക്ടർ ബ്ലഡിന്റെ വരും. പക്ഷെ എനിക്ക് അങ്ങനെ തുമ്മലും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളാ. പക്ഷെ ഇത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മലും പിന്നെ മൂക്കിന്ന് വെള്ളം പോലെ, വേറെ മഞ്ഞ കളർ അങ്ങനെയൊന്നും ഇല്ല. വേറെ കണ്ടിന്യൂസ് ആയിട്ട് അടക്കി കൂടുതൽ ഈ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആവുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഫൈൻ. ഇത് നാട്ടിൽ പോയപ്പോ ഉണ്ടായിരുന്നോ? നാട്ടിൽ പോയപ്പോ അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ക്ലൈമാറ്റിക് ഡിഫറൻസ് ആണ്. ആൻഡ് എന്തോ ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ചുണ്ട് ഡ്രൈ ആവണേന്ന് ഒന്ന് നോക്കണം. ഞാൻ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഈ കടല കഴിക്കുമ്പോ കുറച്ച് അതാണ് ഞാൻ പറയാൻ വന്നത്. ഏതോ ഒരു ഭക്ഷണം ഇപ്പൊ സ്വയം മനസ്സിലാവുന്ന ഒരു കാര്യം, ചിലവർക്ക് ഈ കടല ആ ഒരു സമയം ഇത്, അതേമാതിരി പരിപ്പ്, ചിലവർക്ക് വന്നിട്ട് ഇലവർഗ്ഗങ്ങളായിരിക്കും. അത് സ്വയം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. സോ ഈ കടല എന്ന് പറയുന്ന സമയത്ത് ഏത് കടലയാണ്? നമ്മുടെ നിലക്കടലയല്ലേ? ബ്ലാക്ക് ഗ്രാം. അപ്പൊ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, അത് വേവിക്കുന്നതിന്റെ മുമ്പായിട്ട്
ഓക്കെ, ഈ ഒരു അലർജി എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു എൻസൈം പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് അത് എടുക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് എത്തുകയാണ്. സോ ഈ കടല, അതും പറഞ്ഞിട്ട് ഈ കടല കഴിക്കാതെ ഒന്നും ഇരിക്കരുത്, ബോഡിക്ക് അങ്ങനെ ആവാനും സമ്മതിക്കരുത്, എല്ലാം നമ്മൾ കഴിക്കണമല്ലോ. സോ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ കടല വേവിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 20 മിനിറ്റ് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ആ വെള്ളം അങ്ങോട്ട് കളയൂ. കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേവിക്കാൻ വെക്കുക. സോ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. സാധാരണ കടല നമ്മൾ ആ തലേദിവസം നമ്മൾ ആക്കി വെക്കില്ലേ, ആക്കി വെച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യാൻ പോണതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ. വേറൊരു കാര്യം കൂടി മാം, എനിക്ക് മുന്നേ ഇങ്ങനെ ഒരു തുമ്മല് പോലും ഇല്ലാത്ത ഒരാളാ. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങള് മെയില് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 5 ദിവസത്തേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ക്ലൈമറ്റ് പ്രോബ്ലം കാരണമാണ് ഇതിങ്ങനെ വരുന്നതെന്ന്. അതായത് ക്ലൈമാറ്റിക് കണ്ടീഷന്റെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു പൾസസോ ഇല്ലെങ്കിൽ ഒരു പ്രോട്ടീനോ നിങ്ങളുടെ ബോഡിക്ക് ഒരു ഫോറിൻ ബോഡി ആയിട്ട് മാറും. അതില് ഇപ്പൊ ജിൻസിക്ക് കണ്ടിരിക്കുന്നത് കടലയാണ്. ചില ആൾക്കാർക്ക് അത് ഒരു പരിപ്പായിരിക്കാം. അത് ബോഡി തന്നെ സ്വയം കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അതാ പറയണേ, മുന്നില്ലെങ്കിലും ആ എക്സ്ട്രീം ക്ലൈമറ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഇതാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് തലേദിവസം കുതിർത്ത് വെച്ചാലും വീണ്ടും 20 മിനിറ്റ് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും കുക്ക് ചെയ്യാം. പിന്നെ ഈ ചുണ്ടിന്റെ ഇപ്പുറത്ത് 2 സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ യു ആർ നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ. പക്ഷെ വെള്ളം നന്നായി കുടിക്കുന്നുണ്ട്. ഇല്ല, ആ ബോഡിക്ക് വേണ്ട വാട്ടർ കണ്ടന്റ് ഉള്ളിലേക്ക് പോവാത്തോണ്ടാണ് ഡ്രൈനെസ് ചുണ്ടിന്റെ സൈഡിലേക്ക് വരുന്നത്. ഓക്കെ, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ണയില്ലേ, വെണ്ണ അപ്ലൈ ചെയ്താൽ മതി. താടിയിലേക്കൊക്കെ വരും. അത് ഈ ചുറ്റും താടിയുടെയും മൊത്തം ചുണ്ടിന്റെ ചുറ്റും അങ്ങനെയുള്ളൂ. അതാ പറയണേ, ആ ഒരു വെള്ളം കുടിക്കാത്തതിന്റെ ഇൻഫെക്ഷൻ ആണ് സ്പ്രെഡ് ആവുന്നത്. അതെല്ലേ. ഓക്കെ. താങ്ക് യു സോ മച്ച് ജിൻസി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മുടെ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഞാൻ നിത്യയാണ്. ആരാണ് ഉറക്കെ സംസാരിക്കുന്നത്? നിത്യ. അതെ, നിത്യ. ഓക്കെ നിത്യ, വിനി ഉണ്ട് സംസാരിച്ചു. നിത്യ എവിടുന്നാ? ഫസ്റ്റ് ഓഫ് ഓൾ you are both looking so beautiful. താങ്ക് യു സോ മച്ച്. പിന്നെ മാമിന്റെ പ്രോഗ്രാം എനിക്ക് വലിയ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. പിന്നെ എനിക്ക് മാം പറയുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിലെ തന്നെ ഒരാള് പറഞ്ഞു തരുന്ന ആ ഒരു ഫീലാണ് കിട്ടാറ്. താങ്ക്സ് എ ലോട്ട്. അപ്പൊ റിയലി നൈസ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. താങ്ക്സ് എ ലോട്ട്. നിത്യ എവിടുന്നാ വിളിക്കണേ? ഞാൻ ദുബായിന്ന്. പറയൂ നിത്യ. ഞാൻ എന്താ വെച്ചെങ്കിൽ എനിക്ക് ഇറഗുലർ പീരിയഡ്സ് ആണ് പ്രശ്നം. അതായത് 3 മാസം, ഇപ്പൊ 3-4 മാസം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 15-20 ദിവസത്തോളം ലേറ്റ് ആയിട്ടാണ് പിറ്റത്തെ മാസം കാണാറ്. പിന്നെ അങ്ങനെ 2 മാസം ഉണ്ടായ പിന്നെ റെഗുലർ ആയിട്ട് കുറച്ച് 4 മാസം അടുപ്പിച്ച് റെഗുലർ ആയിട്ട് തന്നെ കാണും. ഏജ് എത്രയായി? എനിക്ക് 23. ഇപ്പൊ 2 ഇയർ ആയി മാരീഡ് ആണ്. എത്രയായി കല്യാണം കഴിഞ്ഞിട്ട്? 2 ഇയർ ആയി. 2 ഇയർ ആയി. കുട്ടികളുണ്ടോ? ഇല്ല, കൺസീവ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. റീസെന്റ് ആയിട്ട് മെൻസസ് ആയ സമയത്ത് ഫസ്റ്റ് ഡേ മാത്രമാണ് ബ്ലഡ് കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് കണ്ടത്. ബ്ലഡ് നോർമലി കുറവാണ്. അപ്പൊ നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോ ബ്ലഡ് കുറവാന്ന് പറഞ്ഞിട്ട് കുറെ ടോണിക്കൊക്കെ അപ്പൊ കഴിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ വട്ടം ഇങ്ങനെ കണ്ടു. എന്താണ് അപ്പൊ ആദ്യത്തെ ദിവസം ബ്ലീഡിങ് കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആദ്യത്തെ ദിവസം ബ്ലീഡിങ് കണ്ട സമയത്ത് ക്ലോട്ട് ആയിട്ട് പോയിരുന്നോ അതോ വെറും വെള്ളം പോലെയാണോ? അത്ര ക്ലോട്ട് ആയിട്ടില്ല, വെറും വെള്ളം പോലെ തന്നെയായിരുന്നു. വെള്ളം പോലെ. ബ്ലഡിന് തിക്നെസ് ഇല്ല? ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊരു ഇറഗുലർ പീരിയഡ് എന്നല്ല പറയാ. ഓക്കെ, ഇതിന് പ്രശ്നം എന്താന്ന് വെച്ചാൽ നിത്യയുടെ ബോഡിയില് ഹീമോഗ്ലോബിന്റെ ലെവലില് കമ്മിയായിട്ടുള്ളത് ഒന്ന്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനെ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഫെററ്റിൻ എന്ന് പറഞ്ഞൊരു സംഭവം വരും. ആ ഫെററ്റിൻ എന്ന് പറയുന്ന സംഭവം വളരെ ലോ ആണെന്ന് അർത്ഥം. ആ ലോ ആയിട്ട് കാണുന്ന ആ ഒരു സംഭവം നമുക്ക് മുന്നോട്ടേക്ക് ഈ പീരിയഡ്സിന്റെ ഓരോ എഗ്ഗിനെയും ഓവുലേഷനെയും അതിനെ കൊണ്ടുപോയിട്ട് അത് ശരിയാക്കാനുള്ള ലെവലിലേക്ക് പോലും അതില്ല. സോ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? You have to go to a gynecologist.
Okay. And you have to go to a gynecologist and tell them that എനിക്ക് പീരിയഡ് വരുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ബ്ലഡിന് തിക്കും കൺസിസ്റ്റൻസിയും പോരാ, വെറും വെള്ളം പോലെയാണ് ബ്ലഡിന് ഉള്ള ലിക്വിഡിറ്റി, അതായത് കൺസിസ്റ്റൻസി ഓഫ് ദ ബ്ലഡ് വന്നിട്ട് വെറും വെള്ളം പോലെയാണ്. ഓക്കെ എന്ന് പറയുമ്പോൾ അവര് ഈ ഒരു ബ്ലഡിന്റെ ടെസ്റ്റിന്റെ കൗണ്ടിന് നോക്കും. നോക്കുമ്പോൾ ഫെററ്റിൻ എന്ന് പറയുന്ന സംഭവം നോക്കും. നോക്കിക്കഴിഞ്ഞാൽ വളരെ കമ്മിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി IV കൂടെ കയറ്റും. IV കൂടെ കയറ്റണമെന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, അതിന് അതേ ഒരു മാർഗമുള്ളൂ. എങ്ങനെയാണോ ഗ്ലൂക്കോസ് കയറ്റുന്നത് അതുപോലെ തന്നെ അവർ IV കൂടെ കയറ്റും. ഒരു റെഡ് കളർ ബ്ലഡ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ മരുന്ന് തരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം കഴിച്ചു വന്നാൽ മാത്രമേ നിത്യയുടെ എന്താ പറയാ ആ ഓവുലേഷനും എഗ്ഗിനും ഒരു ശക്തി കിട്ടുള്ളൂ. ഓക്കെ, ഇത് സംതിങ് റിലേറ്റഡ് വിത്ത് യുവർ ബ്ലഡ് ആണ്. അല്ലാതെ ഒരു ലേഡിക്ക് ബ്ലീഡിങ് ആവുന്ന സമയത്ത് ആ ഒരു ബ്ലഡിന് ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ് വിട്ട് വെറും വെള്ളം പോലെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യുവർ ഫെററ്റിൻ ലെവൽ ഇസ് അബ്സല്യൂട്ട്ലി ലോ. ഓക്കെ, ആൻഡ് യു ആർ വെരി ടയേർഡ് ആവൂട്ടോ കുട്ടി. അതുകൊണ്ട് അതാ പറയണത്. അത് മാത്രമല്ല, ഹാർട്ട് റേറ്റ്, പമ്പിങ് റേറ്റ് ഉണ്ടല്ലോ, ഹാർട്ടിന്റെ റേറ്റ് വളരെ, അതായത് അത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാ. എന്നിട്ട് അവർ ഈ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു എന്നുള്ളത് ചാനൽ ഡിന്റെ പേജിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഒന്ന് അയക്കുക. ആ റിപ്പോർട്ടിന്റെ കോപ്പിയും ഒന്ന് അയക്കുക, ഞാൻ നോക്കിക്കോളാം. ഓക്കെ നിത്യ? ഫുഡ് ഐറ്റംസും കഴിക്കാനുണ്ടോ? ഫുഡ് ഐറ്റംസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എവറി ഡേ ബീട്രൂട്ട് കഴിക്കുക. ഒരു ദിവസം നമ്മൾ ഒരു ചെറിയ ബീട്രൂട്ട് വെച്ച് കഴിച്ചാൽ കൂടിയിട്ട് നമ്മുടെ ബ്ലഡിനെ നമ്മൾ അത്രയ്ക്കും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കണക്ക്. ഓക്കെ, സോ വൺ മോർ തിങ്, ഇതൊരു വറി ചെയ്യേണ്ട ഒരു സംഭവം അല്ല. ഈ ഒരു സംഭവം കറക്റ്റ് ആയാൽ തന്നെ നിത്യയുടെ പീരിയഡ്സ് കറക്റ്റ് ആവും. നിത്യയുടെ പീരിയഡ്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ യു വിൽ കൺസീവ്. ഇതിപ്പോ ആ എഗ്ഗിന് അത്രയ്ക്ക് ശക്തി ഇല്ല, അതുകൊണ്ടാണ് കൺസീവ് ആവാത്തതും. ഓക്കെ, ഡോണ്ട് യു വറി ആൻഡ് ലെറ്റ് മീ നോ. മെസ്സേജ് അയക്കൂ, റിപ്പോർട്ട് അയക്കൂ. ഓക്കെ, താങ്ക് യു നിത്യ. Thank you so much for calling, dear. I think she is a bit worried. Yes, she is, because ഈ പറഞ്ഞ പോലെ 2 വർഷം നമ്മൾ എപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇറഗുലർ പീരിയഡ് ആണ്. But that is nothing to do with irregular period. Okay. Your blood is not there and the body is not having that capacity to bring that egg to an ovulation level. അത്രയും വളരെ സ്ട്രഗ്ലിംഗ് മെത്തേഡിൽ അത് പോയിക്കൊണ്ടിരിക്കണേ. സോ ആ ഹാർട്ട് പമ്പിങ്ങും റേറ്റിംഗും ഒക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് ഇസ് ഹൗ വി ഹാവ് ടു മാനേജ്. Good that she communicated with us. പലവരും അത് ചെയ്യാൻ മടിക്കുന്നതാണ്, പക്ഷേ ഈ കുട്ടി എന്തായാലും തുറന്നു പറഞ്ഞതിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ അറിയാനും പറ്റി. യെസ്, അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മൾ വിമൻസ് എറയാണ്, വി ആർ ദേർ ഫോർ യു. എന്തെങ്കിലും മനസ്സിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒപ്പീനിയൻ വേണം, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് us know. We can help you out. അല്ലാതെ ഇതൊരു മാനക്കേടാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത്. Yes, okay Winnie, we have got our next caller. Hello. Call drop ആയിരുന്നു. കുഴപ്പമില്ല. സോ ഐ വാസ് തിങ്കിങ്, ഇപ്പം ഈ കുട്ടി പറഞ്ഞല്ലോ ലൈക് നിത്യക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജൈനൽ ഡിസ്ചാർജ് കുറച്ച് ബ്രൗണിഷ് കളർ അല്ലേ? അല്ല, നിത്യയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പീരിയഡ്സിന്റെ റെഗുലർ ഇറഗുലാരിറ്റി. എന്നുവെച്ചാൽ അടുപ്പിച്ച് 2 മാസം വരും, അത് കഴിഞ്ഞ് 20 ദിവസം ഗ്യാപ്പ് വരും, അത് കഴിഞ്ഞിട്ട് പിന്നീട് വരും. സോ അപ്പൊ അങ്ങനെ ഒരു ലെവൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇറഗുലാരിറ്റി പീരിയഡ് അല്ല. അതായത് ആ ബോഡി അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു എഗ്ഗിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ബിക്കോസ് ദർ ഇസ് നോ ഹീമോഗ്ലോബിൻ കൗണ്ട് ഇൻ യു. അപ്പൊ അതുകൊണ്ടാണ് കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് ആ എഗ്ഗ് നീറ്റ് ആവണ്ടേ, ആ ഒരു എഗ്ഗ് പ്രോപ്പർ ആയിട്ട് വരണ്ടേ, ആ ഒരു ഇത് എടുക്കാനായിട്ട് തന്നെ. സോ ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് റിലേറ്റഡ് ടു യുവർ ബ്ലഡ്. Okay, yeah, fine. That is how. We've got a caller. Hello. Welcome to Care and Cure. ആരാ സംസാരിക്കുന്നത്? Annie. കുറച്ച് ഉറക്കെ സംസാരിക്കൂ please. Sorry? Can you just talk a bit louder? Yeah, sure. My name is Annie. Annie. Where are you from? Kerala. Okay. UAE ൽ എവിടെയാണ്? UAE ൽ ദുബായില്. ദുബായ്. Okay, Annie. Winnie ഉണ്ട് ഇവിടെ, സംസാരിച്ചോളൂ.
ഹായ് ആനി. വിനി. ആ പറയൂ ആനി, കേക്കുണ്ട്. ഞാൻ വിളിച്ചെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നാളുകളായിട്ട് എന്റെ ലെഫ്റ്റ് ലെഗിന്റെ അറ്റ് ദ ബാക്ക് ഓഫ് മൈ നീ ഓക്കെ ഈ വെയിൻസ് ഇങ്ങനെ വെരിക്കോസ് വെയിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഐ വെന്റ് ടു എ സർജൻ ഓക്കെ who referred me to an ortho special. ഓക്കെ and അവരൊരു ഡോപ്ലർ സ്കാൻ ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ വെയിൻ അവർ പറഞ്ഞത് ഇറ്റ്സ് സ്പൈഡർ വെയിൻസ് ആണ്. യാ സ്പൈഡർ വെയിൻസ്, യെസ്. അതെ, പക്ഷേ എനിക്ക് സിവിയർ പെയിൻ ആണ്. പെയിൻ ദാറ്റ് റേഡിയേറ്റ്സ് താഴോട്ടും പിന്നെ എന്റെ ഹിപ്പിലും ഒക്കെ അതിന്റെ ആ പെയിനും ഡിസ്കംഫർട്ടും ആണ്. ഓക്കെ ഇറ്റ്സ് ഓൺലി ഓൺ യുവർ ലെഫ്റ്റ്, റൈറ്റ്? ലെഫ്റ്റ് ലെഗ്. പക്ഷെ അവര് രണ്ട് ലെഗിനും സ്കാൻ ചെയ്തിരുന്നു. ഓക്കെ പക്ഷെ there is no such findings as such. അവർ പറഞ്ഞത് ഇപ്പൊ വെരിക്കോസ് വെയിൻ എന്നുള്ള രീതിയിലോട്ടൊന്നും ആയിട്ടില്ല. ദിസ് ഇസ് സ്പൈഡർ വെയിൻ. യാ സ്പൈഡർ വെയിൻസ്. ആൻഡ് is it purple color or blue color? Blue, it's a mix of both. It's a purple as well as blue. As well as, yeah. Okay. The one that is troubling you is purple or blue? I really don't know. I haven't. Can you check it right now? Endo? Can you check right now? Yeah, sure, I can check. Yeah, please. See, ഒരു vein ആണ് കുറച്ച് thick ആയിട്ടിരിക്കുന്നത്. Okay. What's the color of that? I want to know if it is purple or blue. Towards the blue color. It is blue color. Yes. And the other one that is near to it is purple. Yeah, the smaller one is purple. The smaller one is purple. And that is the one that is troubling you now. Yes. Okay. What's your age, Annie? 54. 54. Yes. Okay, fine. Menopause ആയി? Yes. Okay. എത്ര ആയി menopause ആയിട്ട്? 1 year. Okay, fine. Proper menopause ആയിരുന്നോ? You didn't have any complications? Not really. Nothing much. ഇല്ല. ഓക്കെ ഫൈൻ. ഇത് ബേസിക്കലി ഈ ഒരു പെയിൻ വരുന്ന സമയത്ത് സ്പൈഡർ വെബ്സ് ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ ഒരു വെയിൻ മാത്രം ഇതായിട്ടുള്ള ഡോമിനന്റ് ആയിട്ട് കണ്ടിട്ട് ചുറ്റുമുള്ളത് സ്പൈഡർ വെബ്സ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഡൗട്ട് ചെയ്യുന്നത് വെരിക്കോസ് വെയിൻ ആയിട്ടാണ്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പോയി കണ്ടു, ഡോക്ടർ പറഞ്ഞു അത് സ്പൈഡർ വെബ് ആണ്, നത്തിങ് ടു വറി എന്നെല്ലാം ഓക്കെ ആണ്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ പെയിൻ വരുമ്പോ ആ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹിപ്പിലേക്ക് വരുന്നത് കൊണ്ടാണ് യു ഫീൽ ലൈക്ക് യു നോ ദ എൻറ്റയർ പാർട്ട് ഇസ് പെയിനിങ്. ഓ ഗോട്ട് ഇറ്റ്? ഹലോ? Yeah, tell me. Yeah, so when this vein starts swelling, that swelling is taking you to that hip level also, because you are giving the pressure. ഒരു വല്ലാത്ത പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഹിപ്പിലേക്കും പെയിൻ പോകുന്നത്. ഓക്കെ, സോ നൗ വാട്ട് യു വിൽ ഡു ഇസ്, ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് വല്ലതും അവർ തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവരൊന്നും ചെയ്തില്ല. ഞാൻ എപ്പോഴും ഷൂസ് ആയിരുന്നു, അപ്പൊ എന്നോട് ഷൂ ഇടണ്ട, ഓപ്പൺ ചപ്പൽ ഇടണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഐ ഡോണ്ട് നോ ഇഫ് യു വുഡ് ഹാവ് നോട്ടീസ്ഡ് there is a particular kind of aqua pressure ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഡോട്ട് 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 ആയിട്ടുള്ള ഒരു സ്ലിപ്പേഴ്സ് കിട്ടും. കണ്ടിട്ടുണ്ടോ അത്? ആ സംഭവം വീട്ടിലിടുക. അത് എന്നും വീട്ടിലിടുക. ഓക്കെ, ആൻഡ് ഫാർമസിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ഒരു ലേസ് പോലെ ഒരു സംഭവം ഈ സ്പൈഡർ വെബ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കിട്ടും. അത് മെഷർമെന്റ് കൊടുത്തിട്ട് ആ കാലിന്റെ അതിനനുസരിച്ചിട്ട് വാങ്ങിയിട്ട് വിച്ച് എവർ സ്ലിപ്പർ യു ആർ വെയറിംഗ് അതിലേക്ക് ഒട്ടിക്കുക. ഇറ്റ് ഇസ് ലൈക്ക് യു നോ നമ്മൾക്ക് ഒട്ടിച്ച് എടുക്കാൻ പറ്റും. Once you buy that, you can stick on to whichever slippers you're wearing. Is there any particular name for this? No, you just go and tell the pharmacist, like, you know, varicose veins, spider web veins in ulla layer, feet layer. Okay. അപ്പോൾ അവര് മെഷർമെന്റ് എടുക്കും കാലിന്റെ, എന്നിട്ട് മുറിച്ച് തരിക ചെയ്യുക കർട്ടൻ പോലെ. ഓക്കെ, ആൻഡ് ദെൻ യു സ്റ്റിക്ക് ഇറ്റ് ആൻഡ് ദെൻ യു വെയർ ഇറ്റ്. അതൊന്ന്. രണ്ടാമത്തത്, പെയിൻ വരുന്ന സമയത്ത് ക്യാബേജ് ഇല്ലേ, ഒരു ചെറിയ ക്യാബേജ് എടുക്കുക, ഒരു 2-3 ലീഫ് എടുത്തിട്ട് മിക്സിയിൽ അരയ്ക്കുക. യു വിൽ ഗെറ്റ് എ പേസ്റ്റ്, എ ഗ്രീൻ കളർ പേസ്റ്റ്. What color paste? A green color paste of a cabbage. Okay. Yes. Cabbage ഇല്ലേ, നോർമൽ ഗ്രീൻ ക്യാബേജ്, തോരനൊക്കെ വെക്കുന്ന ക്യാബേജ്. ആ ക്യാബേജിന്റെ ഒരു ചെറിയ പോർഷൻ എടുക്കുക, ഒരു 3-4 ലീഫ് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളർ പേസ്റ്റ് കിട്ടും. ആ ഗ്രീൻ കളർ പേസ്റ്റ് ആ വേദനയുള്ള ഭാഗത്ത് തേക്കുക. This will reduce your pain. Oh, really? Yes. ആൻഡ് ആ പേസ്റ്റ് തേച്ചു കഴിഞ്ഞതിന് ശേഷം ചൂട് വെള്ളം അവിടേക്ക് ഒഴിക്കുക.
പ്രസവമൊക്കെ കഴിയുമ്പോ ചൂടുവെള്ളം ഒഴിക്കില്ലേ, ആ അതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുക. ഈ പേസ്റ്റ് എത്ര നേരം വെക്കണം? ഈ പേസ്റ്റ് അത് സ്വയം ഡ്രൈ ആയിക്കോളും. എന്നിട്ടാ ചുടുവെള്ളം? എന്നിട്ട് ചുടുവെള്ളം ഒഴിക്കുക. ഓക്കെ. ആൻഡ് യു വിൽ ഗെറ്റ് അബ്സല്യൂട്ട് റിലാക്സേഷൻ. ഓ ഗുഡ്. ഓക്കെ. ഓക്കെ. Okay. Thank you so much, Annie. Thank you. There's no particular medicine ഇതിനു വേണ്ടിട്ട്? I wouldn't suggest because പിന്നെ അതിന് നമ്മൾ അഡിക്ഷൻ ആവും. ആണോ? Okay. പിന്നെ അത് അല്ലാതെ പറ്റില്ല എന്നാവും ബോഡിക്ക്. Okay. Let's go naturally. Okay. അപ്പൊ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പം Do you നോക്കാം. practice here? Yeah? Do you practice somewhere here? No. You can just ഇങ്ങോട്ടേക്ക് വിളിക്കാം and you can let us know in our ചാനലിന്റെ വെബ് പേജിലും അറിയിച്ചാ മതി. You can get back to ചാനൽ ഡിന്റെ പേജ് ഉണ്ട്. വെബ് പേജ് ഉണ്ട്. മെസ്സേജ് ചെയ്യൂ, ഞാൻ നോക്കിക്കോളാം. Thank you so much. Thank you so much, Annie. Thanks a lot. Thank you so much for calling, Annie. Yes, അപ്പം എനിക്ക് തോന്നുന്നു വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് എന്താ പറയാ, ഐ തിങ്ക് മൈ നെക്സ്റ്റ് ടോപ്പിക് ഐ വിൽ സ്പീക്ക് അബൌട്ട് വെരിക്കോസ് വെയിൻസ്. ഓക്കെ ഫൈൻ. യാ ഓക്കെ. കുറച്ച് സംസാരിക്കാനുണ്ട്. All right, we have got another caller. Hello. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഹലോ ഡോക്ടർ, ഞാൻ രമയാണ്, ഷാർജന്ന്. രമ, ഷാർജന്ന്. കുറച്ച് ഉറക്കെ സംസാരിക്കൂ പ്ലീസ്. ആരാ സംസാരിക്കുന്നത്? ഷാർജന്ന്. രമ. അതെ. ഓക്കെ, പറഞ്ഞോളൂ രമ, എന്താണ്? പറയൂ. ഡോക്ടർ പരിപാടി കാണാറുണ്ട്, നല്ല ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി. താങ്ക് യു. എന്റെ ഒരു പ്രശ്നം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗോയിറ്റർ ഉണ്ട്, തൈറോയിഡിന്റെ. ഓക്കെ. എന്റെ തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോവാ, പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടി പോവാണ്. ഡോക്ടർ നാട്ടിൽ തലമുടി ചെറുതായിട്ട് മുറിഞ്ഞു പോവാ. ഓക്കെ. പിന്നെ നന്നായിട്ട് കൊഴിഞ്ഞും പോണുണ്ട്. നാട്ടില് പോയപ്പോ ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ മുടി കൊഴിയുന്ന കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ ഒരു ലിക്വിഡ് തന്നു, 8 തുള്ളി വീതം തലയോട്ടില് അങ്ങനെ തിരുമ്മി പിടിക്കാൻ പറഞ്ഞു കുളി കഴിഞ്ഞിട്ട്. അതൊരു ബോട്ടിൽ ഉപയോഗിച്ചാൽ മതി. അത് കഴിച്ചപ്പോ നന്നായിട്ട് മുടിയും വന്നു. പക്ഷെ അത് നിർത്തിയതിന് ശേഷം നിറയെ കൊഴിഞ്ഞു പോയി. ഓക്കെ. ഈ മുടി കൊഴിയാൻ തുടങ്ങിയതിന്റെ കാരണം തൈറോയിഡ് ആണെന്ന് ഡോക്ടർ പറഞ്ഞോ? ഡോക്ടർ അത് പറഞ്ഞില്ല, അങ്ങനെ എഴുതി തന്നെ മാത്രമേ ചെയ്തുള്ളൂ. ഇല്ല. എന്താ കാരണം വെച്ചാ തൈറോയിഡ് ആണ് ഇതിന്റെ കാരണം എന്നല്ല അതിന്റെ സത്യം. ഇപ്പൊ എന്നോട് പറഞ്ഞുല്ലോ എനിക്ക് തൈറോയിഡ് ഉണ്ട്, ആ കാരണം കൊണ്ട് എനിക്ക് മുടി പൊഴിയണൂന്ന് പറഞ്ഞില്ലേ? അതല്ല അതിന്റെ കാരണം. വിറ്റമിൻ ഇ ഡെഫിഷ്യൻസി മൊത്തത്തിൽ മുടിയിൽ തട്ടിയിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് 2 കാലിന്റെ മുട്ടിലും ഇങ്ങനെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീരും വരുന്നുണ്ട്, ഇപ്പൊ ഒരു തരിപ്പും പോലെ തോന്നാം. ദാറ്റ് ഈസ് നമ്മൾ ബേസിക്കലി ആ ഒരു ആർത്രൈറ്റിസ് ലെവലിലേക്കാണ് കടക്കുന്നത്. ഇപ്പൊ 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, ആദ്യം ഒരു ഓർത്തോപീഡിക്കിനെ കാണാൻ പോവുക. ഒരു ഓർത്തോ ഡോക്ടർ, അതായത് ബോൺ സ്പെഷ്യലിസ്റ്റ്, ഓർത്തോപീഡിക്കിനെ കാണാൻ പോയിട്ട് ഈ കാര്യം പറയുക. ഏത്? മുട്ടിന്റെ കാര്യം. ഓക്കെ. ഇതിപ്പോ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണ്. തരിപ്പ് നിൽക്കുന്ന സമയത്തുള്ള തരിപ്പും വേദനയും. അത് ഇപ്പൊ ഒരു മരുന്ന് കഴിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. എന്താ വെച്ചാൽ ആ ഒരു സ്റ്റേജസിൽ എത്തിയിട്ടില്ല. രണ്ടാമത്തത്, ഈ മുടിയുടെ കാര്യമില്ലേ, അത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോണം, അതല്ലാതെ നോർമൽ ഡോക്ടേഴ്സിന്റെ അടുത്തല്ല. ഓക്കെ. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ തലയൊട്ടി നോക്കും. ആ തലയൊട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് അത് അവിടുന്ന് അറിയാം ലൈക്ക് എത്രത്തോളം അതിന് ഇന്റൻസിറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിന് കൊടുക്കണം എന്ന്. ഓക്കെ. അപ്പൊ അവര് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വിറ്റമിൻ ഇ ആയിട്ടുള്ള രീതിയിൽ ഉള്ള സംഭവങ്ങൾ തരും. അതല്ലാതെ നോർമൽ ആയിട്ട് പോയിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ഒരു ലോഷൻ തേച്ചതുകൊണ്ടോ 8 തുള്ളി വെച്ചിട്ട് ഇതായതുകൊണ്ടോ അത് നിർത്തുമ്പോഴേക്കും വീണ്ടും പോണ കണ്ടില്ലേ? അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോവും. ഇത് പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊണ്ടെത്തിക്കണം. ഓക്കെ. Okay, Rama. Okay, thank you so much. Clear. Rama, thank you so much for calling. അപ്പം I was thinking ഈ വിറ്റമിൻ ഇ ടാബ്ലറ്റ്സ് നോർമലി നമ്മളിപ്പം മുഖത്തൊക്കെ തേക്കാറുണ്ട് അല്ലേ, നമ്മുടെ സ്കിൻ ക്ലിയർ ചെയ്യാനൊക്കെ. യെസ്. അപ്പം ഇത് തന്നെ നമ്മൾ തലയിലും ബിക്കോസ് ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞാല് ഒരു നമ്മുടെ തലയൊട്ടിയിൽ സംഭവിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് എൻറ്റയർ സ്കാൽപ്പിൽ തന്നെ അതൊരു എഫക്റ്റ് ആണ്. All right. So the scalp is completely related to your face. All right. So അത് കൊടുക്കേണ്ട രീതിക്ക് നമ്മൾ കൊടുക്കണം. അത് പക്ഷെ നമ്മൾ ഫാർമസിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു വിറ്റമിൻ ഇ ആയിരിക്കില്ല ഡോക്ടർ എഴുതുക.
ദാറ്റ് ഹാസ് ഗോട്ട് സംതിങ് ഡിഫറെന്റ്. ആ എങ്ങനെ തേക്കണം, ഏത് തേക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ആ വിറ്റമിൻ ഡിയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. ചിലത് വന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് മുഖത്ത് തേക്കും. ചിലത് വന്നിട്ട് വി ഹാവ് ടു ഡു ഇറ്റ് ഇൻ ആ ഹെയർ. ചിലത് നമ്മൾ അങ്ങനെ തന്നെ കഴിക്കും. പക്ഷെ അതെല്ലാം ഒരു തലയൊട്ടിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളൊരു ഡോക്ടറെ അടുത്ത് അല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. Okay, then we have got a caller. Hello. വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഞാൻ നിഷ, ഷാർജ എന്നാണ്. നിഷ അല്ലേ? ഓക്കെ, വിനി ഉണ്ട്, സംസാരിച്ചോളൂ നിഷ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഹായ് നിഷ, പറയൂ. എനിക്ക് 47 വയസ്സായി. ഓക്കെ. ഈയിടെയായിട്ട് ചൂട് വന്നിട്ട് എനിക്ക് തീരെ സഹിക്കാൻ വയ്യ. അതായത് ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. ഓക്കെ. എന്താ ഫീൽ ചെയ്യുന്നേ? ഞാൻ വീട്ടമ്മയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്താ ഫീൽ ചെയ്യണത്? മൊത്തത്തില് വിശർക്കാണോ? ശരീരത്തിലേക്ക് ഇങ്ങനെ സൂചി കുത്തുന്നത് പോലെ ഒരു ഫീലിങ്സ് ആണ് വരുന്നത് വിയർക്കുമ്പോഴൊക്കെ. ഓക്കെ. ഈ ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് വിശർക്കുന്നുണ്ടോ? വിശർക്കുന്നുണ്ട്. ആദ്യം നനയുന്നത് ബ്ലൗസിന്റെ ബാക്കിലും സൈഡിലുമാണോ? കൈയും ബാക്കും? അതെ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ചോദ്യം, ഈ ചൂട് വല്ലാതെ തറച്ചു കുത്തുന്ന പോലെ തോന്നുന്നത് ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് പിന്നെ നോർമൽ? അതെ, അതങ്ങ് പോകും. ഓക്കെ, ഫൈൻ. ഇപ്പൊ മെനോപോസ് ആയോ? ഇല്ലല്ലോ. മെനോപോസ് 2 വർഷമായിട്ട് ഇത് ഒരു ഇറഗുലർ ആണ്. ചിലപ്പോ ഒരു 4-5 മാസം കാണില്ല, പിന്നെ 2 മാസം വരും, പിന്നെ ഒരു കാണില്ല. ഇത് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു യുവർ മെനോപോസിന്റെ ഒരു സംഭവത്തിന്റെ ഹോർമോണൽ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അത് പേടിക്കാതെ ധൈര്യത്തില് നേരിട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ. ഇതോട് കൂടിയിട്ട് മെനോപോസ് സംഭവിക്കാൻ പോവാണ്. ഓക്കെ, അതിന് ബോഡി റിയാക്ട് ചെയ്യുന്ന ഹോർമോണലിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണിത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ മെനോപോസിലേക്ക് എത്തിച്ചേരുന്നു. ഞാൻ ഈ അടുത്ത നാട്ടിലേക്ക് പോകുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പൊ ഞാൻ എന്തെങ്കിലും ഡോക്ടറെ കാണേണ്ടതുണ്ടോ? ഇത് മെനോപോസ് കംപ്ലീറ്റ് ആയിട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഹോട്ട് ഫ്ലാഷസ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോ ഇനിയിപ്പോ ഇങ്ങനെ വരണൂന്ന് വെക്കുക, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു കുത്തലും ആ ഒരു ഫീലിങ്ങും ആ വിശർക്കലും വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഫ്രിഡ്ജിന്റെ ഫ്രീസർ ഇല്ലേ, ആ ഫ്രീസർ അങ്ങോട്ട് തുറന്നിട്ട് മുമ്പിൽ നിൽക്കുക. ആ ഒരു എയർ തട്ടില്ലേ, ആ തട്ടുന്ന സമയത്ത് കീപ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ ആ ഹോർമോൺ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോളിൽ വരും. ഓക്കെ. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നല്ല തണുത്ത വെള്ളം കുടിക്കുക. ഓക്കെ, ഇത് നല്ല രീതിയിൽ ഹോർമോണിനെ കൊണ്ടുപോണേ. ദിസ് ഇസ് യുവർ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മെനോപോസ്, സോ ഡോണ്ട് യു വറി. ഇത് എല്ലാവർക്കും ഉള്ളതാ. എനിക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. തലവേദന ഭയങ്കരമായിട്ട് വരുന്ന ഒരാളാണ്, അതായത് മൈഗ്രെയിൻ. ഓക്കെ, മൈഗ്രെയിൻ, അക്യൂട്ട് മൈഗ്രെയിൻ ആണ് എനിക്ക്. വന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡില് ചെവിയുടെ ഇതുവരെ എനിക്ക് കേൾവി ശക്തി വരെ പോയി. അവിടേക്കുള്ള വെയിനിന് ഇത് എഫക്ട് ചെയ്തിട്ട്. അപ്പൊ ഈ ഇടയായിട്ട് ഇതിങ്ങനെ കൂടി വരികയാണ്. എനിക്ക് അതിന് വേറെ ചികിത്സയൊന്നും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതെ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പ്രഷർ ഡോക്ടർ കാണിക്കാറുണ്ടല്ലോ ഇതിലൂടെ, പ്രഷർ പോയിന്റ്സ്. പക്ഷേ ഈ വെയിൻ ലെവലിലേക്ക് പോകുന്നതിന് പ്രഷർ പോയിന്റ്സ് ഒന്നും തന്നെ വർക്ക്ഔട്ട് ആവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബേസിക്കലി നമ്മുടെ നാക്കില്ലേ, ആ നാക്ക് നമ്മുടെ തൊണ്ണിന്റെ അവിടേക്ക് അങ്ങനെ പിടിക്കുക. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഒന്ന് ടിവിയിലേക്ക് ശ്രദ്ധിച്ചോളൂ. നാക്ക് തൊണ്ണിന്റെ അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഇത് പിടിച്ചു വെക്കുക. ഈ നാക്ക് ഇങ്ങനെ പിടിച്ചു വെക്കുക, തൊണ്ണിലേക്ക് ഒട്ടിച്ചിട്ട്. ആൻഡ് യു കീപ് ഡൂയിങ് യുവർ തിങ്സ്. അതായത് ഈ തലവേദന വരുന്നതിന് മുമ്പാണോ? തലവേദന കുറയും, തലവേദന കമ്മിയായി തുടങ്ങും. ഓക്കെ, തലവേദന കമ്മിയായി തുടങ്ങും ഇങ്ങനെ പിടിച്ച് നടക്കുകയാണെങ്കിൽ. ഓക്കെ, പക്ഷെ ഈ ഒരു അക്യൂട്ട്നെസ് ഇപ്പോ റിലേറ്റ് ചെയ്ത് വരുന്നത് മെനോപോസ് കാരണം കൊണ്ടാ. സോ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ,
I think she's concentrating on TV. That's why. Okay, doctor. Okay, thank you so much. അവിടെ ലേറ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. Thank you. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ജയശ്രീ ആണ്, ഷാർജയെന്നാ വിളിക്കുന്നത്. അതെ അല്ലേ, വിനി ഉണ്ട് ഇവിടെ, സംസാരിച്ചോളൂ. Hi Jayashree. ഹായ് വിനി, ഹൗ ആർ യു? I'm good, thank you Jayashree. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ വിനിയുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാനാ വിളിച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോ കാലിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ ആങ്കിളിന്റെ ഭാഗത്ത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ, കുറച്ചധികം ദൂരം നടന്നു കഴിയുമ്പോ ഒരു പെയിൻ. ഓക്കെ. പെയിൻ, പിന്നെ അങ്ങനെ അത് കാരണം കണ്ടിന്യൂ ചെയ്ത് നടക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വേണം നടക്കാൻ. ഇതിങ്ങനെ മുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ലാസ്റ്റ് ഇയർ യൂട്രസ് റിമൂവൽ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ എനിക്കിങ്ങനെ തോന്നണത് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച്. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്നുള്ളത്. അതെ, പക്ഷെ ഈ ആംഗിളിലേക്ക് പെയിൻ വരുന്നു എന്നുള്ളൊരു സംഭവം ഇല്ലേ, അത് മെയിൻ ആയിട്ട് എനിക്ക് അറിയേണ്ട കാര്യം, ആ പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് നീര് വരുന്നുണ്ടോ? നീര് കുറേശ്ശെ വരുന്നുണ്ട്, കുറച്ച് നീരുണ്ട്. പക്ഷെ നോർമൽ ആങ്കിളിന്റെ അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് കുറച്ചിങ്ങനെ അവിടെ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. അത് പോവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അത് ബേസിക്കലി ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 2-3 കൊല്ലത്തേക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. സോ അതിനെ നമ്മൾ അതായിട്ടുള്ള രീതിയിൽ തന്നെ കണക്കാക്കുക. പക്ഷെ ദിവസം ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ, നല്ല കാലിങ്ങനെ മുക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള ലെവലിലേക്കുള്ള വെള്ളം, ചുടുവെള്ളം. ഓക്കെ, എവറി ഡേ ഐ വാണ്ട് യു ടു ഡു ദിസ്. ഓക്കെ, അത് നന്നായിട്ട് ആ വെള്ളത്തില് നമുക്ക് കാല് പൊറുക്കാൻ പറ്റും എന്നുള്ള ചൂടാ വേണം കേട്ടോ. ഐ ഡോണ്ട് വാണ്ട് യു ടു പുട്ട് ഇൻ എ വാം വാട്ടർ. കുറച്ച് നല്ല വാം വാട്ടർ അല്ല, കുറച്ചും കൂടി ചൂട് വേണം. കാല് നല്ലോണം നമുക്ക് സഹിക്കാൻ പറ്റും ചൂട് എന്നുള്ള ലെവൽ വരയ്ക്കും എത്തിച്ചോളൂ. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് കാല് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കല്ലുപ്പില്ലേ, ആ കല്ലുപ്പ് എടുത്തിട്ട് കാലിന്റെ ആംഗിളിൽ റബ്ബ് ചെയ്യുക. നന്നായിട്ട് റബ്ബ് ചെയ്യണം. ആ റബ്ബ് ചെയ്ത കാലിനെ ഇതിലേക്ക് ഇറക്കി വെക്കുക. ആൻഡ് യു കീപ് ഡൂയിങ് ദിസ് ഫോർ 1 week. You will find the drastic change. Yes. പക്ഷെ കല്ലുപ്പ് തന്നെ വേണേ. കല്ലുപ്പ് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കാലില് നന്നായിട്ട് തേക്കുക, തിരുമുക. ആ തിരുമുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ആശ്വാസമായിരിക്കും. എന്നിട്ട് ഈ കാലിനെ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് ഈ ചൂട് ടബിലത്തെ ആ വെള്ളത്തിന്റെ ചൂട് കംപ്ലീറ്റ് പോട്ടെ, അത് വരയ്ക്കും ഇറക്കി വെക്കുക. എന്നിട്ട് യു ഡാബ് ഇറ്റ്, അത് നന്നായിട്ട് തുടയ്ക്കുക. തുടച്ചിട്ട് ദിവസവും ഇത് ചെയ്ത് നോക്കൂ. ഒരാഴ്ചക്കുള്ളിൽ യു വിൽ ഫൈൻഡ് ദ റിസൾട്ട്. Thank you so much, Rini. No problem. Okay. Thank you so much. Bye. ഓക്കെ ജയശ്രീ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ കോളേഴ്സ് എന്താ പറയാ, കുറെ റെയർ ആയിട്ടുള്ള കുറെ Exactly. And I'm very happy in one way, Shruti, like you know, ആ ഒരു ലെവലിലേക്ക് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസും വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അതും ലൈക് കുറെ പേര് മീഡിയയുടെ മുന്നിലൊക്കെ പറയാൻ മടിക്കും, പക്ഷെ അവർ മുന്നോട്ട് വരുന്നുണ്ട്. അതന്നെ വലിയ കാര്യമാണ്. സോ ഐ തിങ്ക് വി ഹാവ് ഗോട്ട് another caller. ഹലോ ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? താങ്ക് യു. ഞാൻ ശില്പയാണ്. ശില്പ എവിടെ നിന്നാ സംസാരിക്കുന്നത്? ഷാർജ. ഓക്കെ വിനി ഉണ്ട്, ശില്പ സംസാരിച്ചോളൂ. പറയൂ ശില്പ. ഹായ് വിനി. ഹായ്, ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഗുഡ് വിനി, താങ്ക് യു സോ മച്ച്. പറയൂ. വിനി, ആക്ച്വലി ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു ഒപ്പീനിയൻ കൂടെ, ബിക്കോസ് എന്റെ മനസ്സിലുള്ള ഡൗട്ട് ആയിരുന്നു, അപ്പൊ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ ഹസ്ബൻഡ് ആക്ച്വലി യൂറിക് ആസിഡിന് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, ബിപിക്ക് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, കൊളസ്ട്രോൾ എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് പതുക്കെ നമുക്ക് പതുക്കെ പോവാം. എനിക്ക് ടാബ്ലറ്റ് മാത്രമേ കേട്ടുള്ളൂ, ബാക്കി ഒന്നും തന്നെ കേട്ടില്ല. ഫസ്റ്റ് വൺ യൂറിക് ആസിഡിന് എടുക്കുന്നുണ്ട്. അതെ, പിന്നെ കൊളസ്ട്രോൾ എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ തൈറോയിഡ് എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഒമേഗ 3 ആക്ച്വലി എടുക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, എനിക്ക് അറിയേണ്ടത്, നമ്മൾ ഈ ചിലപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടല്ലോ, ഈ ഒത്തിരി ലൈഫ് ലോങ് മെഡിസിൻസ് എടുക്കുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്.
അങ്ങനെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് ആക്ച്വലി നാച്ചുറലി കുറയ്ക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ഓക്കെ, നൗ യൂറിക് ആസിഡിന്റെ മരുന്നും തൈറോയിഡിന്റെ മരുന്നും കുറച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് മെഡിസിൻ ആണ്. ഓ, യൂറിക് ആസിഡിന്റെ യൂറിക് ആസിഡ് ആസ് വെൽ ആസ് തൈറോയിഡ് you can't reduce the medicine for your life long. ബിക്കോസ് അത് ഒരു പ്രാവശ്യം നമ്മൾ അത് കമ്മിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 മാസം അത് കറക്റ്റ് ആയിട്ട് കാണിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഷൂട്ടപ്പ് ചെയ്യും. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് ആൻഡ് there is no problem with it. ഓക്കെ, ഇതിൽ പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്റേണലി ഒരു കുഴപ്പമില്ല. Nothing doing because you are maintaining your hormonal level. Okay, okay, one thing. The second thing, cholesterol. കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാഡ് കൊളസ്ട്രോൾ ഉള്ള കൂട്ടത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പിടി കരിവേപ്പില എടുക്കുക, എന്നിട്ട് അതിനെ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഗ്രീൻ ജ്യൂസ്. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കൂ. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കൊടുക്കുക. ഒരാഴ്ചക്കുള്ളിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ഹിസ് കൊളസ്ട്രോൾ ലെവൽസ് ഹാവ് കം ഡൗൺ. ഓക്കെ, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോവാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കൊളസ്ട്രോൾ ലെവൽ കമ്മിയാവുന്ന സമയത്ത് മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരില്ല. ഒരു മെഡിസിൻ കമ്മിയായി കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് കംസ് ഇസ് ഒമേഗ. Omega 3 is not a medicine. It is a boost up for your body. All right. Okay, you don't have to worry about that. Okay, അപ്പം ഈ ബിപിയുടെ മെഡിസിൻ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല. ബിപിയുടെ മെഡിസിൻ, എന്താണ് പറയാ, യൂറിക് ആസിഡിന്റെ മെഡിസിൻ, തൈറോയിഡിന്റെ മെഡിസിൻ, ഇതൊന്നും നമുക്ക് കമ്മിയാക്കാൻ പറ്റില്ല, ചെയ്യാനും പാടില്ല. ഓക്കെ, അത് പക്ഷേ ഭാവിയിൽ അത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം Nothing, because you are not taking an antibiotic or something like that. You are protecting your ഒരു protective measures boost up ചെയ്ത് നോർമൽ ആക്കി കൊണ്ടുവരാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Okay, so nothing wrong with it. Nothing wrong with it, and please don't follow this and that. Oh, no. Okay, don't worry about that. That's it. Because എനിക്ക് ഹസ്ബൻഡിന്റെ മെഡിസിൻ പോയി മേടിച്ചപ്പോൾ ഞാൻ തന്നെ കുറെ പേടിച്ചു പോയി, ഒരു bunch of medicines. That's completely fine. We are keeping it stable, yaar. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഇൻട്യൂഷൻ വെച്ചിട്ട് നമ്മൾ കമ്മിയാക്കിയാലുണ്ടല്ലോ, പിന്നെ വേറെ 5 എണ്ണം കഴിക്കേണ്ടി വരും. താങ്ക് യു ശിൽപ. ഓക്കെ, ബൈ. ലൈക്ക് എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായി, ഇത്രയും ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ ബിപിക്ക്, ഷുഗറിന്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫങ്ഷൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരണു എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് ബാക്കി എന്ത് വരും എന്നുള്ളത് ചിന്തിച്ചിട്ട് ഇപ്പൊ ഫംഗ്ഷൻ ആവാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വല്ലതും കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കുഴപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ജസ്റ്റ് തിങ്ക് ലൈക്ക് യു നോ, അയ്യോ ഇത് കഴിച്ചാൽ എന്റെ കിഡ്നിക്ക് എന്താവും. ഹലോ, ഇതിപ്പോ കഴിച്ചാലേ കിഡ്നി മര്യാദയ്ക്ക് വർക്കാവുള്ളൂ, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, യെസ്, എക്സാക്ട്ലി. ഇപ്പൊ വളരെയധികം ക്ലിയർ ആയി. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ. എന്റെ പേര് അശ്വതി, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ അശ്വതി, സംസാരിച്ചോളൂ, വിനിയുണ്ട്. ഹായ് അശ്വതി. ഹായ് മാം. ഞാൻ വിളിച്ചത്, എന്റെ റൈറ്റ് ലെഗ് ഫുൾ പെയിൻ ആണ്. ഓക്കെ. അപ്പം പെയിൻ ബട്ടക്സിന്റെ സൈഡിൽ തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വാക്ക് ചെയ്യുമ്പോഴും എല്ലാം പെയിന്. പിന്നെ കൂടാതെ എന്റെ ആ പെയിൻ ഫുൾ വന്നിട്ട് പാദം പെരുത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ഓർത്തോപെഡിക്കിനെ കണ്ടോ? അപ്പൊ ആദ്യം എനിക്ക് സെയിം പെയിൻ തന്നെ ലെഫ്റ്റിൽ വന്നപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തപ്പോൾ എന്റെ ബാക്ക് സ്പൈനലിന്റെ ലാസ്റ്റ് ഒരു തിന്നായിട്ടിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് ഇത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് കുറഞ്ഞ മാറൂന്ന് പറഞ്ഞു. അപ്പൊ അത് ഓട്ടോമാറ്റിക് അത് മാറി എനിക്ക്. പിന്നെ പെയിൻ ലെഫ്റ്റ് വന്നില്ല. അത് കഴിഞ്ഞൊരു 1 month കഴിഞ്ഞപ്പോ റൈറ്റ് സൈഡ് സെയിം പെയിൻ തന്നെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പെയിൻ ഉണ്ട്, പക്ഷെ നേരത്തെ നിന്ന് ഇത്തിരി കുറവുണ്ട്. ഓട്ടോമാറ്റിക് തന്നെ കുറയുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് കുറയുന്നുണ്ട്. ഇപ്പൊ ബേസിക്കലി പ്രോബ്ലം എന്താ വെച്ചാൽ, ലെഫ്റ്റ് സൈഡിൽ പെയിൻ വന്നില്ലേ, ആ വന്ന സമയത്ത് നമ്മൾ പ്രഷർ മുഴുവൻ റൈറ്റ് സൈഡിലേക്കാ കൊടുക്കണേ. അപ്പോ പെയിൻ ഉള്ള ഭാഗത്തേക്ക് നമ്മൾ പ്രഷർ കൊടുക്കില്ല. ഇപ്പോ എന്താണ് പറയാ, അശ്വതി ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാ, ലെഫ്റ്റില് പെയിൻ വന്നപ്പോ റൈറ്റിലേക്ക് കൊടുത്തു. ആ റൈറ്റിലേക്ക് കൊടുത്തപ്പോ ഇപ്പൊ ലെഫ്റ്റിലത്തെ കമ്മിയായി, ഇപ്പൊ റൈറ്റ് തുടങ്ങി. ഇനിയിപ്പോ അശ്വതി എന്ത് ചെയ്യും എന്നറിയോ, ഓട്ടോമാറ്റിക് ആയിട്ട് ലെഫ്റ്റിലേക്ക് വീണ്ടും പ്രഷർ കൊടുക്കും.
സോ ഇതിന് ഒരു അവസാനം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് യു ഹാവ് ടു നോ ടു ബാലൻസ് ഇറ്റ് പ്രോപ്പർലി. എപ്പോഴും നട്ടലിന്റെ അവസാനത്തെ ആ ഒരു സംഭവം വളരെ തിന്നായിട്ട് കാണുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ ഇടുപ്പിന്റെ ആ ഒരു ഭാഗത്തിന്റെ അടി മുതൽ അങ്ങോട്ട് തുടങ്ങുക വേദന. ഓക്കെ, സോ ആ ബാലൻസിങ് പവർ നമുക്ക് ആദ്യം അറിയണം. ഐ നോ ഹൗ ദ പെയിൻ വിൽ ബി. പക്ഷെ നല്ലൊരു ഓർത്തോപീഡിക്കിന്റെ അടുത്ത് പോയിട്ട് ഇതിനൊരു പർട്ടിക്കുലർ ഓയിൽ ഉണ്ട്. ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് യു നോ ഒരു പെർട്ടിക്കുലർ പെയിൻ വരുന്ന സമയത്ത് ആ അപ്ലൈ ചെയ്യാൻ ഒരു ഓയിലും ഉണ്ട്. ആൻഡ് ദർ ഈസ് എ മെഡിസിൻ ഫോർ ദിസ് വെൻ യു ഗെറ്റ് വെരി സിവിയർ പെയിൻ. അതായത് ഇരുന്ന് എണീക്കുമ്പോൾ ഉള്ള പെയിൻ വരുന്ന സമയത്ത് ഒരു നേരം കഴിക്കാൻ ഒരു മരുന്നും ഉണ്ട്. പിന്നെ ഐ തിങ്ക് ആൻഡ് യു നീഡ് എ എക്സ്ട്രാ കാൽഷ്യം ഫോർ വിമൻ ടു മേക്ക് യുവർ ബോൺ സ്ട്രോങ്. ഓക്കെ, ഇതെല്ലാം ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഓർത്തോപീഡിക്കിന്റെ അടുത്ത് തന്നെ പോകണം. ഓർത്തോപീഡിക് തന്നെ ഈ ഒരു എന്താ പറയാ കാൽഷ്യത്തിന്റെ മരുന്നും എഴുതി തരാൻ മതി. ഒന്ന് പിന്നെ അവിടെ പോകുമ്പോ അവർ ചെക്ക് ചെയ്തിട്ട് പറയും മെഗ്നീഷ്യം കറക്റ്റ് ആണോ അല്ലയോ എന്ന് അവർ അറിയിക്കും. എനിക്ക് ഹീമോഗ്ലോബിന്റെ കുറവുണ്ട്. ഐ ഡൗട്ട് യു ഹാവ് എ മെഗ്നീഷ്യം ഇഷ്യൂ ഓൾസോ. ഓക്കെ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യൂ ആൻഡ് ഡു ലെറ്റ് us know. I will answer you through messages. Okay, thank you Ashwati. Okay, thank you so much for calling Ashwati. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ് വിനി. ഹലോ ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഹായ്, മൈ നെയിം ഇസ് Zahra. I can't. Can you please speak louder? Hello, my name is Zahra. Ramya. Ramya. Okay, Zahra. Yeah. Okay, Zahra, where you from? Like, where you calling from? I'm calling from Sharjah. Actually, I'm settled in Bangalore. I've come for vacation here. I All just saw a right, program, no problem. I called it. Yeah, Zahra, tell me. Yeah. I called up to ask is I have thyroid issues for the past 4 years. Okay. And from past 2 years, my periods are very irregular. I mean, I get it on the exact date, but then there's no bleeding at all. Okay. So you get it on exact I've gained date. a lot of weight also. Yes. Okay. Now you get it on exact date, you told me, right? Yes. But what is the indication that you're getting it on exact date? I get a black fluid like a clot and all that. Okay. Other than that, there's no blood coming in. Okay, fine. This is nothing related with your thyroid. Okay. This is completely related with your hemoglobin. Okay. But my HP levels and all are normal. No. Your HB levels are not normal because HB level normal ആയിട്ട് കാണിക്കുന്നതാണ്. Okay. The HB levels'il deviations ഉണ്ട്. ആ deviations'il ferritin is completely low. Okay. And that is the reason why you are getting a black color liquid and like you know ആ ഒരു black color liquid അല്ല നമുക്ക് വേണ്ടത് starting of a period. നമുക്ക് black color liquid വേണ്ടത് end of the periodലാണ്. Later. Yes. Okay, so startingil ആ ഒരു black color liquid നമുക്ക് വേണ്ട. And there is absolutely no bleeding. Yes. No bleeding So at all. you have to go to a specialist. Okay, a blood therapy specialist. Blood therapy specialist. Yes, you have a special section for that. Okay. ഈ ഗൈനക്കോളജി ophthalmology എന്നൊക്കെ പറയണ മാതിരി we have doctors for blood therapy as well. They are the ones who deal with hemoglobins. Okay. അപ്പോൾ ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഹീമോഗ്ലോബിൻ സ്പെഷ്യലിസ്റ്റിനെ നോക്കുക. Okay. അതല്ലാതെ ഒരു ലാബിൽ പോയിട്ട് ഒരു ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തതുകൊണ്ട് അതിൽ കറക്റ്റ് ആണെന്ന് പറയുന്നതല്ല കറക്റ്റ്. അതെ, യൂഷ്വലി ഞാൻ കാണിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ അതാണ് സജസ്റ്റ്. അതിന് പകരം യു ഹാവ് ടു ഗോ ടു എ ഹീമോഗ്ലോബിൻ സ്പെഷ്യലിസ്റ്റ്. ആ ബ്ലഡ് സ്പെഷ്യലിസ്റ്റ് നോക്കിയിട്ട് പറയും അതിന്റെ വേരിയേഷൻസും ഡീവിയേഷൻസും എത്രയാണെന്ന്. Okay, Zahra, I hope that is clear for you. Thyroid levels control ചെയ്യാൻ എന്തെങ്കിലും alternate methods ഉണ്ടോ ഡോക്ടർ? നോ, ഈ തൈറോയിഡിനെ ഒരു ലെവൽ വരയ്ക്കും കൊണ്ടുപോകാന്നല്ലാണ്ട് ഇതിനൊരു ജീവിതകാലം മുഴുവനുള്ള ഒരു റെമഡി ഇല്ല. ഇല്ല. Okay. Thank you, Zahra. Thank you so much for calling. Thanks a lot. Thank you. Okay, bye. സോ നമ്മുടെ ഷോ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സോ വാട്ട് യു ഗൈസ് ഹാവ് ടു ഡു ഇസ് നിങ്ങൾക്ക് ഇനി ഇതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാനൽ ഡിയിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡു വൺ തിങ്. നമുക്ക് ഫ്രണ്ട്സ് ഓഫ് വുമൻസ് എറ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ലേഡീസ് ഗ്രൂപ്പാണ് അല്ലേ.
അതിലേക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങൾ വിനീനെ എന്തായാലും അറിയിക്കുന്നത്. ഇൻഫാക്ട് വിനു അതിൽ അഡ്മിൻ ആണ്. സോ ഷീൽ ഗെറ്റ് ടു നോ. സോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഫോർ ടുഡേ വി ഹാവ് ടു സേ ബൈ. ഇനി വിനീനെ അടുത്ത വെനസ്ഡേ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ബൈ.